ഹലോ. നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പിനെ പറ്റിയാണ്. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മെൻസ്ട്രൽ കപ്പിനെ പറ്റി അറിയാം, യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം അറിയാം എന്നുള്ളവർ ഈ വീഡിയോ കാണണ്ട. ബിക്കോസ് താല്പര്യമില്ലാത്തവർ കാണണ്ട കേട്ടോ. പിന്നെ ജെൻസിന് കാണാൻ താല്പര്യമില്ലാത്തവർക്കും കാണണ്ട. ഈ വീഡിയോ ഓൺലി ഫോർ ലേഡീസാണ്. ഞാൻ പറയാൻ വേറെ കാര്യം, നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ, ഇത് ജെൻസിന് വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ ഈവൻ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലും ഇപ്പോഴും ഇന്ന് വരെ ഈ ഒരു ഈവനിങ് ഒരു 4:30 വരെയും എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലെ ഗേൾസിൽ പലർക്കും ഇപ്പോഴും മെൻസ്ട്രൽ കപ്പ് എന്താണെന്ന് അറിയില്ല. അതെന്താ അന്ന് ചോദിക്കുന്ന ആളുകൾ എൻ്റെ കൂടെയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അന്ന് നമുക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാഡ്സ് ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് ടാമ്പോൺസും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു ഓൾട്ടർനേറ്റീവായിട്ട്. പക്ഷെ രണ്ടിലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇൻ സെൻസ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതായിരുന്നു, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഈ മെൻസ്ട്രൽ കപ്സിനെ പറ്റി കേട്ടിട്ട് പോയ നാളായിട്ടോ, 2 വർഷമൊക്കെ എന്താണെങ്കിലും ആയിട്ടുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ലാതിരുന്നതിനാൽ ഞാനതിങ്ങനെ കേട്ട് നിങ്ങളെല്ലാവരെയും പോലെ പലരെയും പോലെ ഞാനും ഇങ്ങനെ കേട്ടിരിക്കുമായിരുന്നു. ആൻഡ് എൻ്റെ കഴിഞ്ഞ 19th ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ സാധനം. എന്നിട്ടും ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫെബ്രുവരി മാർച്ചൊക്കെയായി ഈ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അതിനുള്ളൊരു കറേജ് ഒക്കെ ഇങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് ഞാനിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ട്രസ്റ്റ് മീ, ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു വിൽ താങ്ക് മീ ലേറ്റർ ഡെഫിനറ്റ്ലി. ബിക്കോസ് പക്ഷേ ഈ എന്താ പറയുക, കപ്സ് യൂസ് ചെയ്തിട്ടും പീരിയഡ്സ് ടൈമിൽ പാഡ്സ് തന്നെയാണ് കംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. സോ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്, അവരെന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോ മെയിനായിട്ടും ചെയ്യുന്നത് ഇപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പൂർണ്ണമായിട്ടും ഒരു അറിവുമില്ല എന്ന്. മെൻസ്ട്രൽ കപ്സോ, അതെന്താ സാധനം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് കഴിഞ്ഞ May 28 വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആയിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരുപാട് ഓർഗനൈസേഷൻസും സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസും പലരും പല വെബിനാർസും പല ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി അതിലൊരു 18% ഈ കപ്സിനെ പറ്റി തന്നെയാണ് സംസാരിച്ചത്. എന്നിട്ടും അതിൻ്റെ അകത്ത് ഒരു സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ വെബിനാർസിൽ ഞാൻ മാക്സിമം ഞാനും കുറേ ഷെയർ ചെയ്യുകയും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അവർക്ക് ഇനി അതിന് എന്താ പറയുക, രജിസ്റ്റർ ചെയ്യാൻ മടിയായിട്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഈ ഒരു ദിവസം ഇന്നും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അതെന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പലരെയും എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇത് എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് ഞാൻ പറയാം. മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത് ഒരു റീയൂസബിൾ, നമുക്ക് റീയൂസ് ചെയ്യാം, നമുക്ക് പിന്നെയും യൂസ് ചെയ്യാവുന്ന ഒരു ഫെമിനിൻ ഹൈജീൻ പ്രൊഡക്റ്റാണ്. നമുക്ക് മെൻസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ കാണാറുണ്ടല്ലോ, വിസ്പറിനും സ്റ്റേ ഫ്രീക്കും ഒക്കെ പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. വിസ്പർ സ്റ്റേ ഫ്രീ എന്നൊക്കെ പറയുന്നത് പാഡ്സ് ആണ്. ഓഫ് കോഴ്സ് പാഡ്സ് ആണ്. അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രൊഡക്റ്റാണ് ഈ മെൻസ്ട്രൽ കപ്സ് എന്നുള്ളത്. ഞാൻ ടാമ്പോൺസ് യൂസ് ചെയ്തത്, പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പക്ഷേ ടാമ്പോൺസ് ഒരുപാട് പേർക്ക് കംഫർട്ടബിൾ ആണ് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ടാമ്പോൺസിനേക്കാളും പാഡ്സിനേക്കാളും ഒരുപാടധികം നല്ല സാധനമാണ് മെൻസ്ട്രൽ കപ്പ്. പക്ഷെ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തില്ല ഇതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഓൾ അപ് ടു യു. പക്ഷേ ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംഭവം പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു മെഡിക്കൽ എക്സ്പേർട്ട് ഒന്നുമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മെൻസ്ട്രൽ കപ്പിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പീരിയഡ് ബ്ലഡിനെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. മനസ്സിലായോ? നമ്മളിതിങ്ങനെ ഇൻസേർട്ട് ചെയ്യുവാണ് നമ്മുടെ ബോഡിയിലേക്ക്. വെജൈനയിലേക്ക് നമ്മളിതിങ്ങനെ ഇൻസേർട്ട് ചെയ്യും. ഇതിങ്ങനെയല്ല, ഐ ടെൽ യു ദ മെത്തേഡ്.
സോ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് ബോഡിയിൽ അത് അവിടെ ഇരുന്നോളും. ആൻഡ് ട്രസ്റ്റ് മീ, ഈ ഒരു സാധനം, അതായത് മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ പീരിയഡ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നുണ്ടെന്ന് തോന്നത്തില്ല. ഒരു 90% നമുക്ക് ഓക്കെ നമ്മുടെ ബോഡിയിൽ വേറെ എന്തോ ഒരു എക്സ്റ്റേണൽ സാധനം ഇരിക്കുന്നുണ്ടെന്ന് നമുക്കൊരു ഫീലിങ്സ് വരില്ല. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും, ശരിയല്ലേ? പിന്നെ പീരിയഡ് ടൈമിലുണ്ടാവുന്ന ആ ഒരു ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഉണ്ടാവുന്ന ഒരു വെറ്റ്നെസ്സിനെ പറ്റി എല്ലാവർക്കും അറിയാം. വെറ്റ്നെസ്സും പല തരത്തിലുള്ള ഇറിറ്റേഷൻസും ഒക്കെ എല്ലാവർക്കും അറിയാം. ആൻഡ് എസ്പെഷ്യലി ദ സ്മെൽ, ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ ഈ മെൻസ്ട്രുവൽ കപ്പിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓടുക, ചാടുക, തലകുത്തി മറിയുക, എന്ത് വേണമെങ്കിലും ചെയ്യാം വിത്തൗട്ട് ഹാവിങ് എ ലീക്ക് ആവുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതെ നമുക്ക് എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണമെങ്കിലും ഈ ഒരു ടൈമിൽ ചെയ്യാം എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. സോ ഞാൻ പറയാം, ഈ മെൻസ്ട്രുവൽ കപ്സ് എന്താണ്? മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിനാണ് കേട്ടോ മെൻസ്ട്രുവൽ കപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫെമിനിൻ ഹൈജീൻ പ്രൊഡക്റ്റ്. നമ്മൾ മെൻസ്ട്രുവേഷൻ്റെ സമയത്ത്, പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മൾ പാഡ്സിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇത് നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് റീയൂസബിൾ ആണ്. നമ്മുടെ മെയിനായിട്ടും നമ്മുടെ ഒരു പാഡ്സും ടാമ്പോൺസൊന്നും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു യൂസ് കഴിയുമ്പോൾ നമുക്കിത് ഡിസ്പോസ് ചെയ്യണം, അത് മസ്റ്റാണ് അല്ലേ? പക്ഷേ ഈ മെൻസ്ട്രുവൽ കപ്സ് വന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 months തൊട്ടിട്ട് ഒരു 10 years വരെ നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ട് ഇതിനെ വാഷ് ചെയ്ത് ഇതിൻ്റെ നല്ലൊരു കെയർ കൊടുത്ത് ഇതിനെ വാഷ് ചെയ്ത് ഇതിൻ്റെ ഹൈജീൻ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു 6 months to 10 years വരെ, അതായത് 10 വർഷം വരെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം എന്നാണ് സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങൾ. ഓക്കെ, ആൻഡ് ഇതൊരു സിലിക്കോൺ റബ്ബർ ബേസ്ഡ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് കണ്ടത്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കേട്ടോ, കണ്ടോ? ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ടും നമ്മളിതിന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൈ രണ്ടും നല്ല രീതിയിൽ വാഷ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ ഇതെടുക്കുന്നത് നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ക്യാരി പൗച്ച് ഇതാണ് കേട്ടോ. ഈ പൗച്ചിലിട്ടാണ് ആഫ്റ്റർ ദി യൂസ് ഈ പൗച്ചിലിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ പൗച്ചിൽ നമ്മളിത് എടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് നമ്മളിതിന് സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യുന്നത് പറയുമ്പോൾ സ്റ്റെറിലൈസറിലിട്ട് തന്നെ വേണം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണമെന്നില്ല. നന്നായിട്ട് തിളയ്ക്കുന്ന ഒരു വെള്ളത്തിലേക്ക് ഒരു 3 to 4 minutes ഒക്കെ തിളച്ച് കഴിഞ്ഞിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 1 to 3 minutes ഒക്കെ വെച്ച് അങ്ങനെ ഇതിൻ്റെ എല്ലാ മെൻസ്ട്രുവൽ കപ്സിൻ്റെ മാനുവൽസിലും അതിൽ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ടാകും. സോ അതനുസരിച്ച് നമ്മളിതിനെ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുക. ആൻഡ് ആഫ്റ്റർ ദി സ്റ്റെറിലൈസേഷൻ നമ്മളിതെടുത്തിട്ട് നമ്മളിതിനെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു, നമ്മൾ പാഡ്സിനും നമ്മുടെ ടാമ്പോൺസിനും ഓൾട്ടർനേറ്റീവായിട്ട് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് മെൻസ്ട്രുവൽ കപ്പ് എന്നുള്ളത്. ആൻഡ് ഇതിനെ എങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇത് നമുക്ക് ആക്ച്വലി നമ്മുടെ വജൈനയിലേക്ക് നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഇത് എന്തുകൊണ്ട് പാഡ്സിനേക്കാളും ടാമ്പോൺസിനേക്കാളും നമ്മളിതിനെ ഓപ്റ്റ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് ഇത് കണ്ടോ, ഇത് ഹോൾ കണ്ടോ, നമ്മുടെ പീരിയഡ് ബ്ലഡിനെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, നമ്മുടെ ഹെൽത്തിനും എല്ലാ രീതിയിലും ഈ മെൻസ്ട്രുവൽ കപ്സ് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ നമുക്ക് നോട്ട് മെറ്റീരിയൽ നമുക്ക് മെറ്റീരിയൽ ആക്ച്വലി റീസൈക്കിളബിൾ ആണ് കേട്ടോ. നമുക്ക് പിന്നെയും ഇത് നമ്മളിതിനെ ഡിസ്പോസ് ചെയ്ത് നമ്മളിതിനെ ഉപേക്ഷിച്ച് കളഞ്ഞെങ്കിലും നമുക്കിതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് റീയൂസബിൾ ആണല്ലോ ഈ പ്രൊഡക്റ്റ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 6 to 10 years 10 വർഷം വരെ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രൊഡക്റ്റ്. നമ്മുടെ പാഡ്സ് അങ്ങനെയല്ല. അത് പിന്നെ നമ്മുടെ ഭൂമിക്ക് അത് എത്രത്തോളം വലിയൊരു വേസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റിക്കാണ്. ആ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മുടെ ഹെൽത്തിനുണ്ടാകുന്ന ഇഷ്യൂസ്, ഈ പറയുന്ന ഭൂമിക്ക് ഉണ്ടാകുന്നു, നമ്മുടെ പരിസ്ഥിതിക്ക് നമ്മൾ മലിനീകരണം വരുത്തുന്നു, പൊല്യൂഷൻ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ പാഡ്സ് ഒന്നും പെട്ടെന്നൊന്നും ഡീഗ്രേഡ് ആവില്ല, അതിങ്ങനെ കിടക്കും. അത് ഉണ്ടാക്കുന്ന വേറെ പല പ്രശ്നങ്ങൾ, ഫുൾ ഓഫ് പ്രശ്നങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കേട്ടോ, എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിരുന്നു. അതൊക്കെയാണ് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഡ്സിൻ്റെ കാര്യത്തിൽ
ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഇതിനെ ഡിസ്പോസ് ചെയ്യുന്നതാണ് എനിക്ക് പറ്റുന്ന വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ലൈക്ക് സോ അതിനെ ഡിസ്പോസ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. സോ അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ സാധനം ഞാൻ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ചെയ്തത്. ഓക്കെ, സോ ഇത് എല്ലാ തരത്തിലും നല്ലൊരു സാധനമാണ്. പിന്നെ ടാമ്പൂൺസിനേക്കാളും പാഡ്സിനേക്കാളും ഒക്കെ ഈ പറയുന്ന മെൻസ്ട്രൽ കപ്സിന് ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് നമ്മൾ ആഫ്റ്റർ ദ യൂസ് നമുക്ക് പിന്നെ ഈ പറയുന്ന ഇത് നമുക്ക് ഒരു 10 hours മാക്സിമം 10 hours വരെ നമ്മുടെ ബോഡിയിൽ ഇതിരുന്നോളും. അത് നമ്മുടെ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ എന്താ പറയുക ഫ്ലോയുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് ഹെവി ഫ്ലോ ഉള്ള ആൾക്കാരാണെങ്കിൽ 10 hours വെക്കാൻ പറ്റില്ലായിരിക്കും. ഓക്കെ, സോ നമുക്ക് ലീക്കേജ് പ്രൂഫാണ് ഇത്. നല്ല രീതിയിൽ ഇത് കറക്റ്റായിട്ടാണ് നമ്മൾ ഈ സാധനം ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതൊരിക്കലും ലീക്കാവില്ല. അതിനകത്ത് ബ്ലഡ് നിറഞ്ഞ് കവിഞ്ഞൊഴുകാതെ ഇത് ലീക്കാവത്തില്ല. മനസ്സിലായോ? സോ നമ്മളൊരു 6 hours കൂടുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. 6-8 hours കൂടുമ്പോൾ നമ്മളതിനെ എക്സേർട്ട് ചെയ്ത് നമ്മളതിനെ അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്താൽ മതി. മനസ്സിലായോ? അതേസമയം പാഡ്സ് യൂസ് ചെയ്യുന്നവർക്കറിയാം, നമ്മൾ പീരിയഡ്സ് ടൈമിൽ നമ്മൾ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 hours കൂടുതൽ, നമുക്ക് 4 to 5 hours കൂടുതൽ നമുക്ക് ഈ പാഡ്സ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ നമ്മളതിനെ ഡിസ്പോസ് ചെയ്യണം. നമ്മൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വർക്കൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് പലർക്കും ഈവൻ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുന്നവർക്ക് ലൈക്ക് ക്ലെൻനെസ് ഉണ്ടാവില്ല. ക്ലെൻനെസ് ഇല്ലാത്തടത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ നമ്മൾ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോരും, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരും. നമ്മളത് ഡിസ്പോസ് ചെയ്യാൻ നോക്കില്ല. സോ നമ്മളതിങ്ങനെ ചില ആളുകൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ സ്ത്രീകൾക്കും അറിയാമല്ലോ, അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് കേട്ടോ ശരിക്കും പറഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ യൂസിങ് ഇറ്റ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. എന്തുകൊണ്ട് ഞാനിതൊരു നേരത്തെ ട്രൈ ചെയ്തില്ല എന്ന് തോന്നി. പിന്നെ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടാവും. ഓഫ് കോഴ്സ് എനിക്കും ഉണ്ടായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്യാതെ വന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, വേദന എടുക്കുമോ, എന്തായിരിക്കും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ ആഫ്റ്റർ യൂസിങ് ഇട്ടാണ് എനിക്കത് മനസ്സിലായത്, ഇതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ഒരുപാട് നല്ല സാധനമാണെന്നുള്ളത്. ഓക്കെ, സോ ഇനി ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വാഷ് യുവർ ഹാൻഡ്സ്. നമ്മുടെ 2 കൈകൾ നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ സാധനം എടുക്കാം. ആൻഡ് ഇങ്ങനത്തെ ഒരു ക്യാരി ബാഗിലായിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് ആ ഒരു ക്യാരി ബാഗ് നമ്മളത് പുറത്തെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ മാനുവലിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ആ മാനുവൽ വായിച്ചതിന് ശേഷം ഇതിന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. സ്റ്റെറിലൈസ് ചെയ്തെടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. സിലിക്കോൺ മെറ്റീരിയലാണ്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ്, പിന്നെ ഞാൻ പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കംഫർട്ട്നെസ് ഒക്കെ ഉണ്ടാവും. ഇറ്റ്സ് നോർമൽ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ. അപ്പോൾ ആ ഡിസ്കംഫർട്ട്നെസ് തോന്നുമ്പോൾ തന്നെ ഓക്കെ ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് ഓർത്തിട്ട് നമ്മളത് അവിടെ വിടരുത്. ജസ്റ്റ് കീപ്പ് ഓൺ ട്രൈയിങ്. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ നമ്മളത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ബിക്കോസ് നമുക്ക് അറിയില്ല എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം, എങ്ങനെ എന്ത് ഒന്നും നമ്മൾ അറിയില്ല. നമുക്ക് കേൾവി മാത്രമുള്ളൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യമേ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില ആളുകൾ ഇവിടെ ലൂബ്രിക്കൻസ് ഒക്കെ നമ്മളൊന്നും ലൈക്ക് ഇതിന് കയറി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട്, വെള്ളം അപ്ലൈ ചെയ്യുന്നവരുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഐ ഹാവൻ ട്രൈഡ് ഇറ്റ് യെറ്റ് കേട്ടോ. സോ വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് എൻകറേജ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കണം. റിലാക്സ്ഡ് ആണെങ്കിൽ നമ്മളൊന്ന് ഒരു വാക്കൊക്കെ എടുത്ത് നമ്മളൊന്ന് ഒരു റൗണ്ടൊക്കെ നടന്നു നമ്മൾ റിലാക്സ് ആയിട്ട് നമുക്ക് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ റിലാക്സ്ഡ് ആവും. എന്നിട്ട് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലിരിക്കില്ലേ, ആ ഒരു സിറ്റിംഗ് പൊസിഷനിൽ നമ്മൾ ഇരുന്നിട്ട് വേണം ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, എനിക്ക് മെയിനായിട്ട് 2 തരത്തിലാണ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് അറിയാവുന്ന. ഇത് ഫോൾഡ് ചെയ്യാം. വേണ്ട, ഈ ഒരു കൈ വെച്ചിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം, ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇതേ കൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട്
ഇങ്ങനെയും ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ബേസിക്കലി ഈ ഒരു മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെയും പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. എനിക്കൊന്ന് വേറെയും പല മെത്തേഡ്സ് ഉണ്ട് ഇതിൽ ഫോൾഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ. അത് നമുക്കൊന്ന് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. പിന്നെ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് ആദ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഇത് കറക്റ്റായിട്ട് ഇൻസേർട്ടായോ, ഇതിന് അകത്തേക്ക് കയറി പോയിട്ട് തിരിച്ച് വരില്ലേ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ ആദ്യമേ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് സൗണ്ട് വരും. ഇതിങ്ങനെ കയറിപ്പോയി കഴിയുമ്പോൾ ഇങ്ങനൊരു പോപ്പ് ഇങ്ങനെ ഇതായി എന്താ പറയുക, ഓപ്പണായി ശേഷം ഒരു പോപ്പ് സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ട് എന്ന്. മനസ്സിലായോ? ഇഫ് ആ ഒരു സൗണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ അത് റിമൂവ് ചെയ്യുക, നമ്മൾ തിരിച്ച് എക്സേർട്ട് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ ഇതൊന്നിങ്ങനെ ഈ കണ്ട ഈ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓപ്പൺ ആയിക്കോളും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ, നമ്മളിതിനെ എക്സേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി എക്സേർട്ട് ചെയ്യണമെങ്കിൽ എന്ന് പറയാം. ഇനി ആഫ്റ്റർ ദ യൂസ് നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് ഇൻസേർട്ട് ചെയ്ത ഒരു 8 hours നമ്മളകത്തിരിക്കാൻ തുടങ്ങി. 8 അല്ലെങ്കിൽ 6 to 8-10 hours ഇരിക്കാൻ തുടങ്ങി. നമുക്കിനി ഇത് ഇവിടെ നിന്ന് എക്സേർട്ട് ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് എക്സേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്താ, കൈ നന്നായിട്ട് കഴുകുക. കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ ആ സിറ്റിംഗ് പൊസിഷനിൽ നമ്മളൊന്ന് ഇരുന്നിട്ട് നമ്മൾക്ക് ഇത്രയൊക്കെ പോർഷൻസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുള്ളൂ കേട്ടോ. അത് ഓരോരുത്തരുടെയും സെർവിക്സിൻ്റെയൊക്കെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൂളാക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇറങ്ങി വരും. അപ്പോൾ ആദ്യം ഈ ഒരു പോർഷനൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ, കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കിട്ടുന്ന പോർഷനിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വേദന തോന്നും, പെയിൻ ഉണ്ടാകും. ഫസ്റ്റ് നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു നാക്ക് വരണം, എന്നാലാണ് നമുക്ക് ഒരു എന്താ പറയുക, അതിപ്പോൾ ഏത് പ്രൊഡക്റ്റാണെങ്കിലും നമുക്ക് അങ്ങനെയാണല്ലോ. സോ അത് മസ്റ്റാണ്. നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. ഇത് കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് താഴത്തേക്കാക്കി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമുക്ക് ഈ ഇത് കണ്ടോ, ഈ ഒരു പോയിൻ്റ് കിട്ടും. ഇത് കണ്ട ഈ ഒരു താഴത്തെ ഈ ഒരു ലോവർ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇത് താഴത്തേക്ക് ആക്കുമ്പോൾ നമുക്ക് എക്സേർട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ആ ഒരു എക്സേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രഷറും പെയിനും കുറഞ്ഞു കിട്ടും. ഓക്കെ, സോ അങ്ങനെ നമ്മളിതിനെ എക്സേർട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ബ്ലഡ് ഉണ്ടാവും, പീരിയഡ് ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡ് നമ്മുടെ എന്താ പറയുക, ക്ലോസറ്റിലേക്ക് അല്ലെങ്കിൽ സിങ്കിലേക്ക് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ഫ്ലഷ് ചെയ്യുക. ആൻഡ് ഇതെങ്ങനെ പിന്നെ കഴുകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റിമേറ്റ് വാഷസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ വാഷ് പ്ലസ് ഒക്കെ ആയിരിക്കും മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻറ്റിമേറ്റ് വാഷസ് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അകത്ത് ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ആൻഡ് നമ്മുടെ ഒരു പീരിയഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 5 to 7 days ഒക്കെ ആയിരിക്കും. സോ 5 to 7 days എല്ലാ ദിവസവും നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളിത് യൂസ് ചെയ്യുകയല്ലേ. സോ എല്ലാ ദിവസവും അങ്ങനെ നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇൻറ്റിമേറ്റ് ഹൈജീൻ വാഷസ് വെച്ചിട്ട്, ഇപ്പം വി വാഷൊക്കെ വെച്ചിട്ട്, ഞാൻ വി വാഷ് വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പം വി വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ യൂസ് ചെയ്താൽ മതി. പക്ഷേ ആഫ്റ്റർ ഒരു സൈക്കിൾ ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ, അതായത് 7 days 5 days ഒക്കെ കഴിഞ്ഞ് നമ്മളിതിനെ തിരിച്ചെടുത്ത് വയ്ക്കുമല്ലോ. ആഫ്റ്റർ ദ യൂസ് നമ്മൾ തിരിച്ചെടുത്ത് വയ്ക്കാൻ നേരത്ത് അതിന് മുമ്പ് നമ്മുടെ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളിതിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമ്മുടെ തന്നിരിക്കുന്ന ഈ ഒരു ക്യാരി ബാഗ് ഇതൊരു ജൂട്ടിൻ്റെ ക്ലോത്താണ് കേട്ടോ. അതിനകത്ത് നമ്മളിതിനെ പ്രോപ്പറായിട്ടും ഇങ്ങനെ കെട്ടി നമ്മൾ വയ്ക്കാം. ആൻഡ് നെക്സ്റ്റ് മന്ത് അടുത്ത യൂസിനെടുക്കും നമ്മളിതിൻ്റെ അകത്ത് നിന്ന് എടുക്കും. സോ നമ്മളിതിൻ്റെ ഈ കപ്സിന് പല സൈസസ് ഉണ്ട്. കപ്സ് മെയിനായിട്ടും സ്മോൾ, മീഡിയം, ലാർജ് എന്നുള്ള സൈസസ് ഉണ്ട്. ഈ സൈസസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സ്മോൾ സൈസാണ് കേട്ടോ. ഇത് സിറോണ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെയാണ്. സിറോണ SIRONA ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സിറോണ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് സ്മോൾ സൈസാണ്. ഇതിൻ്റെ ഡയാമീറ്റർ വന്നിട്ട് 36 centimeter ആണ് കേട്ടോ. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയൊരു സൈസാണിത്. 36 centimeters ആണ് ഇതിൻ്റെ ഡയാമീറ്റർ. ഇതിലും കുറഞ്ഞതൊന്നും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ ചൂസ് ചെയ്തത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല ഫ്ലെക്സിബിളാണ്, സിലിക്കോൺ മെറ്റീരിയലാണ്.
എന്നെ ലൈക്ക് എന്നടുത്ത് ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അവരിൽ പലരും പി സേഫിൻ്റെ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നവരുണ്ട് കേട്ടോ. പക്ഷേ പി സേഫിൻ്റെ യൂസ് ചെയ്തിട്ട് അവർ പറഞ്ഞത് ആ മെറ്റീരിയൽ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. പോരാത്തതിന് ഈ പറയുന്ന സ്മോൾ സൈസിന് തന്നെ ഡയാമീറ്റർ 42 സെൻറ്റിമീറ്റർ ആണെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നെറ്റിലെടുത്ത് ആമസോണിൻ്റെ വെബ്സൈറ്റിലൊക്കെ എടുത്ത് നോക്കിയപ്പോഴും ഞാൻ കണ്ടത് 42 സെൻറ്റിമീറ്റേഴ്സ് ആണെന്നാണ് കേട്ടോ. അത്രയും വലിയ ഡയമീറ്റർ ഉള്ള സാധനത്തിനൊന്നും നമ്മുടെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലുള്ള ടീനേജ് അഡൽട്ട് അല്ലെങ്കിൽ ഒരു 19 19 ഇയേഴ്സ് ഓൾഡ്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്മോൾ തന്നെ മതി. അപ്പോൾ 36 സെൻറ്റിമീറ്റേഴ്സിൻ്റെ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഇത് സ്മോൾ സൈസാണ്. അതുപോലെ വേറെ പല വലിയ ബ്രാൻഡ്സായ ഐ ആക്റ്റീവ്, ഫെമിസേഫ് ഒക്കെ എനിക്ക് കുറേ പേർക്കൊക്കെ അറിയാം. ഇൻസ്റ്റയിലൊക്കെ അവർക്ക് ഭയങ്കര നല്ല റിവ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊന്നും ആ ബ്രാൻഡ്സിനൊന്നും പക്ഷേ സ്മോൾ സൈസ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സ്മോൾ സൈസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഇയേഴ്സ്, അതായത് 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കാണ് സ്മോൾ സൈസും മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത്. 30 വയസ്സിന് താഴെയുള്ളതും അതും വെജൈനൽ ബർത്ത്, അതായത് ഡെലിവറി വെജൈനൽ ബർത്തിൽ അങ്ങനെ കൊടുക്കാത്ത സ്ത്രീകൾക്കുമാണ്. ദെൻ നമ്മളെപ്പോലെ ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതാണ് കറക്റ്റ്, സ്മോൾ സൈസാണ് കേട്ടോ കറക്റ്റ്. ബാക്കി മീഡിയം സൈസൊക്കെ അതിന് കുറച്ചൊരു 30 വയസ്സിന് മേളിലുള്ളവർ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. മീഡിയം സൈസുണ്ട്, ലാർജ് സൈസുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും ഫ്ലോർ അനുസരിച്ചുണ്ട്. ചിലർക്ക് ഫ്ലോ കുറവായിരിക്കും, ചിലർക്ക് ഫ്ലോ കൂടുതലായിരിക്കും, ചിലർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഒരുപാട് കൂടുതലുള്ള, അതായത് നമ്മുടെ ഒരു 35 ഒക്കെ എബവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കേട്ടോ ലാർജ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ റേറ്റ്സൊക്കെ ഇതിൻ്റെ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ആമസോണിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് പല റേറ്റ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് സിറോണ എന്നുള്ള ബ്രാൻഡാണ്. ബിക്കോസ് എൻ്റെ പ്രായത്തിലുള്ളവർക്കാട്ടോ ഞാൻ പറയുന്നത്. ഈ മെറ്റീരിയൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഫെമിസേഫ് അല്ല, പി സേഫിൻ്റെ പ്രൊഡക്റ്റ്, അതായത് ഈ പി സേഫിൻ്റെ സ്മോൾ സൈസ്ഡ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് അവർ പലരും പറഞ്ഞു അതിൻ്റെ ഡയാമീറ്റർ കൂടുതലാണ്. അത് ഞാൻ ചെക്ക് ചെയ്തിരുന്നു കേട്ടോ. 42 സെൻറ്റിമീറ്റേഴ്സാണ്, ഡയാമീറ്റർ കൂടുതലാണ്. പോരാത്തതിന് അതിൻ്റെ മെറ്റീരിയൽ ഈ സിറോണയുടെ ഈ ഒരു മെറ്റീരിയൽ അത്രയും ഫ്ലെക്സിബിൾ അല്ല, കുറച്ചുകൂടെ ഹാർഡ് മെറ്റീരിയലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹാർഡ് മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എക്സേർട്ട് ചെയ്യാനും നമ്മുടെ സ്കിന്നായിട്ട് അങ്ങ് ചേർന്ന് പൊക്കോളും. മനസ്സിലായോ? ഇത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഇതായിരിക്കും റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ മെൻസ്ട്രൽ കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ പറയുന്ന സിലിക്കോൺ മെറ്റീരിയലും അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയലും അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റും അലർജിക്കായിട്ട് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള പലരും പലരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ എല്ലാവരും നമ്മൾ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി യൂസ് ചെയ്താലായിരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് നമ്മുടെ ബോഡിക്ക് ആപ്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഇനി ഇൻ കേസ് ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഇച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു തരും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ടാമ്പോൺസ് അല്ലെങ്കിൽ പാഡ്സ് തന്നെ യൂസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ. പിന്നെ എനിക്കറിയാം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ, അതായത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഇപ്പോഴും പലർക്കും മെൻസ്ട്രൽ കപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ പലർക്കും അറിയുണ്ടാവില്ല അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിന്ന് എല്ലാ പോയിൻറ്റ്സും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും ഞാൻ ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. എല്ലാം ഞാനിങ്ങനെ പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായവരൊക്കെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ ഈ വീഡിയോ പറഞ്ഞതുപോലെ ഞാൻ ഈ വീഡിയോ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ചെയ്തത്.
ഞാൻ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞ കഴിഞ്ഞ ദിവസമായിരുന്നു, ഒരു മെയ് 28-നായിരുന്നു എന്താ മെൻസ്ട്രൽ ഹൈജീൻ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരുപാട് പേര് യൂട്യൂബിലാണെങ്കിലും പലരും ഈ മെൻസ്ട്രൽ കപ്സിനെ പറ്റി പല വീഡിയോസും പല രീതിയിൽ ക്യാമ്പയിൻസും വെബിനാർസും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എൻ്റെ കൂടെ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസിനായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു മെഡിക്കൽ എക്സ്പെർട്ട് അല്ല. സോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. ബൈ.